എന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഇത് നീട്ടിവെക്കാം. എന്നല്ലാതെ ഈ വിധി മാറ്റിമറിക്കാനൊന്നും ഒരു കോടതിക്കും പറ്റില്ല. അതെനിക്ക് ഉറപ്പാ. വക്കീലെ, എനിക്ക് മടുത്തു. അമ്മേ, കണ്ടില്ലേ മോളെ ഈ കൊച്ചു കാണിച്ചു വെച്ചിരിക്കുന്നേ? ഇത് കൊച്ചുങ്ങൾക്ക് നല്ല ശീലമാണോ? മോള് തന്നെ പറ. എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കൊടുത്താ ഇങ്ങനെ തട്ടിക്കളയാണോ വേണ്ടത്? ദേ, ഇത് നല്ല തല്ല് കിട്ടാത്തതിന്റെ കേടാ. ആവശ്യമില്ലാതെ കൊഞ്ചിച്ചിട്ടാ വഷളായി പോകുന്നത്. അമ്മായി മതി. എന്റെ മോളെ ആരും വഴക്ക് പറയണ്ട. അതെനിക്കിഷ്ടമല്ല. മോളെ, ഞാൻ പറഞ്ഞത്. അമ്മായി ഒന്നും പറയണ്ട. ഈ വീട്ടില് എന്റെ മോളുടെ ഇഷ്ടങ്ങൾ നോക്കി മാത്രമേ ഞാനിവിടെ എന്തും ചെയ്യാറുള്ളൂ. അവൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും നിർബന്ധിച്ച് അവളെ അടിച്ചേൽപ്പിക്കുന്ന ശീലം ഇവിടെ ഇല്ല. അവൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ആരെങ്കിലും അമ്മായിയോട് പറഞ്ഞോ? ഇല്ല. എന്റെ മോളുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ വേറെ ജോലിക്കാരുണ്ട്. അമ്മായി അതിൽ ഇടപെടണം എന്നില്ല. മനസ്സിലായോ? മനസ്സിലായി. എങ്കിൽ വേഗതെല്ലാം വൃത്തിയാക്ക്. വൃത്തിയാക്കാൻ. ഇനി മേലാൽ എന്റെ മോളെ വഴക്ക് പറയരുത്. പറഞ്ഞ പിന്നെ അമ്മയും മോളും ഈ വീട്ടിലുണ്ടാവില്ല. മനസ്സിലായോ? ഇരിക്ക്. എന്താ മോളെ ഇത്? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? മോള് നല്ല കുട്ടിയല്ലേ? എനിക്ക് ദോശ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. മോൾക്ക് എന്തൊക്കെയാ ഇഷ്ടങ്ങളെന്ന് അവർക്കറിയില്ലല്ലോ. ആ, സാരമില്ല. മോൾക്ക് ഇഷ്ടമുള്ളത് അമ്മ ഓൺലൈനിൽ മേടിച്ചു തരാം. അമ്മയുടെ പൊന്നുമോൾക്ക് എന്താ വേണ്ടേ? എനിക്ക് ഇപ്പൊ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിലേ അമ്മ മോളോട് പിണങ്ങും. വേണ്ട, അമ്മ എന്നോട് പിണങ്ങണ്ട. എന്നാ പിന്നെ അമ്മ പറയുന്നത് കേൾക്കണം. കേക്കാം. കുറച്ചു കഴിഞ്ഞ് എനിക്ക് വിശക്കുമ്പോൾ ഞാൻ പറയാം. അപ്പൊ അമ്മ എനിക്ക് ഓർഡർ ചെയ്ത് തന്നാ മതി. ഇപ്പൊ അമ്മ എന്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്നാ മതി. ഇടി അമ്പടിക്കേ നീ ഒരു കള്ളി പെണ്ണ. ഇങ്ങോട്ട് വന്നേ. എനിക്കോ? ഈ കൊച്ചിനെ ഇവള് എടുത്തു വളർത്തിയതാണോ അതോ പ്രസവിച്ചതാണോ? എനിക്ക് തോന്നുന്നത് ഇത് ഇവളുടെ കുട്ടി തന്നെയാണെന്നാ. രാജീവ്, കാഞ്ചന വിളിച്ചിരുന്നു. പാസ്വേഡ് കിട്ടിയോ? അതെങ്ങനെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാൻ പറ്റില്ലെന്ന് അവള് പറയുന്നത്. എന്താ അടുത്ത ഓപ്ഷൻ? ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഇപ്പോ അവന്തിയുടെ അടുത്ത സുഹൃത്താണല്ലോ ഞാൻ. ആ വീട്ടില് ഇടയ്ക്ക് പോവാറുമുണ്ട്. എനിക്കത് ചിലപ്പോൾ സാധിച്ചേക്കും. അത്രയ്ക്ക് റിസ്ക് വേണോ? ഇത്രയും രഹസ്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചു. ഇനി അപകടമാവരുത്. ഓഹോ, അപ്പൊ രഹസ്യങ്ങൾ രണ്ടും കൂടി ഇവിടം വരെ എത്തിച്ചു അല്ലേ? ഇനി അപകടമാവോന്ന് പേടിയുണ്ട്. ഇത് കൈയോടെ പിടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്ന രഹസ്യം? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? എനിക്കും കൂടി അറിയണമല്ലോ. നീ ഒന്നും മിണ്ടായിരിക്കോ? നമ്മൾ സംസാരിച്ച വേറെ കാര്യങ്ങളാ. അങ്ങനെ ഇപ്പോഴേ എന്റെ വായ അടുപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട. എനിക്കിതിന്റെ സത്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. എന്ത് സത്യം? നമ്മൾ തമ്മിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിന്നോട് പറയാൻ പറ്റുമോ? അനാവശ്യ കാര്യങ്ങൾ ഇടപെടാതെ നീ എന്റെ ജോലി നോക്ക്. അതെ, നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും എന്നോട് പറയാൻ പറ്റില്ലല്ലോ. അല്ല, എന്താ ഇവിടെ പ്രശ്നം? ഇവർ രണ്ടുപേരും കൂടെ എന്നെ ചതിക്കുക. ഏത് നിമിഷവും പരസ്പരം രഹസ്യം പറച്ചില്ല. ഞാൻ അടുത്ത് വരുമ്പോ വിഷയം മാറ്റും. എടി, ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ? പരസ്പരം എന്തെങ്കിലും സംസാരിക്കുന്നതിന് രഹസ്യമാണെന്ന് നീ എന്തിനാ തെറ്റിദ്ധരിക്കുന്നത്? ഓ, അപ്പൊ എന്റെ തെറ്റിദ്ധാരണയാണല്ലേ?
ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയാതെ ഇവർ രണ്ടുപേരും ഒരു രഹസ്യവും സൂക്ഷിക്കുന്നില്ലെന്ന് ഗൗരിമോളുടെ തലയെ തൊട്ട് സത്യം ചെയ്യട്ടെ. എന്താ ഇവർക്ക് രണ്ടുപേർക്കും പറ്റുമോ? നിനക്ക് തലയ്ക്ക് ഭ്രാന്ത. അളിയ, ഈയിടെയായിട്ട് ഇവളുടെ സംശയരോഗം വളരെ കൂടുതലാണ്. പരസ്പരം കാണുമ്പോ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നതിന് ഇവള് സംശയിക്കുന്ന ഈ കുഴപ്പത്തിനെല്ലാം കാരണം. ഇവളെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്കണം. ഇല്ലെങ്കിലേ ഇവളോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. താൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ഗോകുലം, ഞാനിതൊന്നും വെറുതെ പറഞ്ഞതല്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട. എടീ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീയായിട്ട് നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. ഞാനിനി പറഞ്ഞില്ലെന്ന് വേണ്ട. സച്ചിരിക്ക്. എന്താ വെക്കലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു നല്ല വാർത്തയല്ല എനിക്ക് സച്ചിയോട് പറയാനുള്ളത്. അതുകൊണ്ടാ ഫോണിൽ പറയാതെ നേരിട്ട് കാണാന്ന് പറഞ്ഞത്. സച്ചി, നമ്മള് ഇത് പ്രതീക്ഷിച്ചത് തന്നെയാ. അവന്തിക കൊടുത്ത ഹർജി പരിഗണിച്ച് സിവിൽ കോടതിയുടെ വിധി നടപ്പാക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുക. എന്നീർത്തി വിഷമിക്കൊന്നും വേണ്ട. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഇത് നീട്ടിവെക്കാം. എന്നല്ലാതെ ഈ വിധി മാറ്റിമറിക്കാനൊന്നും ഒരു കോടതിക്കും പറ്റില്ല. അതെനിക്ക് ഉറപ്പാ. വക്കീലെ, എനിക്ക് മടുത്തു. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? സച്ചി, മറ്റ് കേസുകൾ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എത്ര നിസ്സാരമാണെന്ന് അറിയാവോ? നമുക്ക് നമ്മുടെ കേസ് മാത്രം വലുത്. കോടതിയെ സംബന്ധിച്ച് ഇത് ദിവസവും കേൾക്കുന്ന ആയിരക്കണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമാ. സച്ചിക്കറിയാവോ, 25 വർഷവും 30 വർഷമൊക്കെ നീളുന്ന സിവിൽ കേസുകൾ വരെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോ ഇത്രയും ചെറിയ കാലം കൊണ്ട് നമുക്ക് ഈ വിധി നേടാൻ കഴിഞ്ഞല്ലോ. ഹൈക്കോടതിയിലെ കാര്യമല്ലേ, അത് നമുക്ക് നോക്കാം.